البقاء والدين صلاة وسلاما دائمين متلازمين كلما قر الجديدان ومر الفرقدان أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سابقوا إلى مغفرة من ربكم وجنة عرضها كعرض السماء والأرض أعدت للذين آمنوا بالله ورسله ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. صدق الله العلي العظيم وصدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. നല്ലളം തോട്ടുങ്കൽ ജുമുഅത്ത് പള്ളി അതുപോലെ മദ്രസ കമ്മിറ്റിയും സംഘടിപ്പിക്കുന്ന വളരെ മഹത്തായ മതപ്രഭാഷണ പരമ്പരയുടെ മൂന്നാം ദിവസമായ ഇന്ന് ഈ മഹത്തായ ഇൽമിന്റെ സദസ്സിൽ മഹത്തായ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ആദരണീയരായ ഈ മഹത്തായ പരിപാടിയുടെ സർവാദരണീയനായ അധ്യക്ഷൻ മൊയ്തീൻ കുട്ടി ഹാജി അവർകൾ ചൂടുവെള്ളത്തിയ അതുപോലെ ഈ പ്രൗഢമായ വേദിയിൽ ഉദ്ഘാടന ഭാഷണം നടത്തിയ ഹാഫിൽ ഇസ്മായിൽ ഫൈസി ഉസ്താദ് അവർകൾ, സ്വാഗത ഭാഷണം നടത്തിയ റിയാസ് സാഹിബ്, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബക്കർ സാഹിബ്, കെ ഹസൻ കോയ, എം പി കോയ, ടി പി കെ അബൂബക്കർ സാഹിബ്, അതുപോലെ അലിക്കോയ, കെ വി സാഹിബ് അവർകൾ, അതുപോലെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഈ നോട്ടീസിൽ പേരുള്ള ആളുകൾ, ഇല്ലാത്ത ആളുകൾ, ഉസ്താദുമാർ, ഈ മഹത്തായ ധന്യമായ ഇൽമിന്റെ സദസ്സിലേക്ക് കടന്നു വന്ന നല്ലവരായ സഹോദര സഹോദരിമാരെ, അള്ളാഹു നമ്മുടെ സംഗമം സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ആ കസേരയിടുമ്പോഴേ എന്തിനാ ബാക്ക് ഇടുന്നത്? മുമ്പിൽ ഇവിടെ ഇട്ടോളൂ, ഇവിടെ കിട്ടുള്ളൂ, ബാക്ക് ഇടണ്ട, ഇതാ ഇവിടെ കുറച്ച് അങ്ങോട്ടിടൂ. ഞാൻ വലിയ സൗണ്ടിൽ പ്രസംഗിക്കുന്ന ആളല്ല, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ബോക്സിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ചെവിയിലൊന്നും എത്തൂല, ബുദ്ധിമുട്ടാവില്ല. ഞാൻ ഓപ്പറേറ്ററോട് പറയില്ലേ, മോണിറ്റർ ഉഷാറാക്കിയാൽ മതി, പുറത്ത് കുറച്ച് കൊടുത്താൽ മതി. ഇന്നലെ വലിയൊരു ബുദ്ധിമുട്ട് സംഭവിച്ചു മൈക്കിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഞാൻ പ്രസംഗത്തിനിടെ ഇടയ്ക്കിടെ ഓർമ്മിപ്പിച്ചു, അത് നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല, മനസ്സിലായില്ല. മൈക്ക് മോശമായാൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസം അത് സംഘാടകർക്ക് അറിയില്ല. അത് വേദ പറയുന്ന ആൾക്ക് ഏതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. എൻ്റെ സൗണ്ടിന് ഇടർച്ചയും പോലും വന്നുപോയി. രണ്ട് ഭാഗത്ത്, ഇടത് ഭാഗത്തും വലത് ഭാഗത്തും വലിവ് വരാൻ തുടങ്ങി ഇന്നലെ പ്രസംഗിക്കുമ്പോൾ. നമ്മുടെ സലാഹുദ്ദീൻ ഫൈസി ഉസ്താദിൻ്റെ നാട്ടിലാണ്. നല്ല പരിപാടിയായിരുന്നു. ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടി പരിപാടിയാണ്. 30,000 വാട്ട്സ് മൈക്ക് അവർ വെച്ചിരുന്നു. പക്ഷെ ഓപ്പറേറ്റർക്ക് തിരിക്കാൻ അറിയുന്നില്ലെങ്കിൽ മൈക്ക് വെച്ചിട്ട് കാര്യമുണ്ടോ? ഓപ്പറേറ്റർക്ക് അറിയില്ലെങ്കിൽ ഇവർ തിരിക്കാൻ അറിയില്ലെങ്കിൽ ഇതിവിടെ 4 ബോക്സാണ്. ഇന്നലെ ഇതിനേക്കാളൊക്കെ വാട്സാപ്പിൽ 5-6 ബോക്സ് സ്റ്റേജിലേക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കിടെ അവരെ ഉണർത്തി ഒന്ന് മൈക്ക് ഉഷാറാക്കുന്നു. ഇത് നാട്ടുകാർക്ക് ഇങ്ങനെ പറയുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പകുതിയിൽ വെച്ച് നിർത്തിപ്പോകാൻ പറ്റുമോ? അതിന് വന്നതല്ല, കാസർഗോഡ് നിന്ന് പട്ടാമ്പിയിലേക്ക് പോയതാണ്.
അപ്പോൾ നമ്മളതൊക്കെ ശ്രദ്ധിക്കണ്ടേ. ഇഷാ തൽക്കാലം മൈക്ക് കുഴപ്പമൊന്നുമില്ല, ഉഷാറാണ്. പിന്നെ മോണിറ്റർ ഇനിയും കൂട്ടാൻ പറ്റുമെങ്കിലും കൂട്ടാം. എൻ്റെ ശബ്ദം ഒന്ന് ഷാർപ്പാക്കണം. അതുപോലെ ഇത്തിരി സ്റ്റെപ്പ് ഡിലേ ഇടുക. അങ്ങനെയൊക്കെയായി നിങ്ങൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് ശബ്ദം കേൾക്കുമ്പോൾ അറിയാലോ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. നിങ്ങൾ ഉഷാറാക്കിയാൽ മതി. അതുപോലെ സംഘാടകരോട് മൈക്ക് നമ്മൾ കസേര എന്ത് ചെയ്യുക, മുമ്പിലിട്ടിച്ചാൽ മതി. കുറേ ദൂരിടുമ്പോൾ കുറേ ദൂരത്തുള്ള ആളുകളോട് സംസാരിക്കുന്നതും അടുത്തുള്ള ആളുകളോട് സംസാരിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? നമ്മൾ കുറേ ദൂരത്തുണ്ടാകുമ്പോൾ കുറച്ചും കൂടി സ്ട്രെയിൻ എടുത്ത് സംസാരിക്കേണ്ടി വരും. അടുത്തുണ്ടാകുമ്പോൾ അത്ര സ്ട്രെയിൻ എടുക്കേണ്ടി വരില്ല. അതുകൊണ്ടാണ് കസേര ലോങ് വേണ്ട, അടുത്തൊട്ടുള്ളൂ. ഇവിടെ അടിയും കറക്റ്റൊന്നുമില്ല, അത് മാത്രമാണ്. അതുകൊണ്ട് തട്ടലും മുട്ടലൊന്നും ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നെണീറ്റ് നിന്നിട്ട് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേരിൽ ഒരു 3 സ്വലാത്ത് ചൊല്ലി നമ്മുടെ പരിപാടി തുടങ്ങാം. കാരണം വളരെ വലിയൊരു ലക്ഷ്യമാണ് നമ്മുടെ സംഘാടകരുടെ മുന്നിലുള്ളത്. അത് വളരെ ഭംഗിയായി പൂർത്തീകരിക്കപ്പെടണം. അതിന് ഹബീബിൻ്റെ സ്വലാത്ത് കൊണ്ട് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم. ഇല്ല ഉഷാറാണ്. നമ്മുടെ മുസ്തഫ മാസ്റ്റർ അദ്ദേഹം വലിയൊരു അനുഗ്രഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ നാടിൻ്റെ. അൽഹംദുലില്ലാഹ് അല്ലാഹു അദ്ദേഹത്തിന് പകരം സ്വർഗീയ ലോകത്ത് പ്രത്യേകമായ ഒരു സ്ഥാനം അല്ലാഹു ഒരുക്കി കൊടുക്കട്ടെ. നമ്മളൊക്കെ പഠിച്ചതും മനസ്സിലാക്കിയതും പോലെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായ ഹദീസിൽ പറഞ്ഞതുപോലെ ഇദബ്തലൈതു അബ്ദി ബിഹബീബതൈ, ഞാൻ എൻ്റെ അടിമകളെ അവന്റെ കണ്ണിൽ പരീക്ഷണം നടത്തിയാൽ, അഥവാ കണ്ണിന്റെ കാഴ്ച ഞാൻ ഒരാൾക്ക് നൽകിയില്ലെങ്കിൽ ഫസ്വബറ, അതിന്റെ പേരിൽ ആ സഹോദരൻ ക്ഷമിക്കാനും തയ്യാറായാൽ. അതേപോലെ നമ്മളൊക്കെ കാണുന്നത് കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ട പിന്നെ വെടിയും പിടിച്ച് ഇങ്ങനെ ബെക്കിങ്ങിന് പോകുന്ന അവസ്ഥയാണ് പല സ്ഥലങ്ങളിലും കാണാറുള്ളത്, അല്ലേ? പള്ളിയിൽ കാണാം, റെയിൽവേ സ്റ്റേഷനിൽ കാണാം. അതിനൊക്കെ വിപരീതമായി ദേഹം പഠിക്കുകയും വളരുകയും എന്നിട്ട് കണ്ണ് കാണുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്ന് ക്ലാസ് എടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് അല്ലാഹു അദ്ദേഹത്തിന് ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ക്ഷമിക്കാൻ തയ്യാറായാൽ അവൽതുഹു മിൻഹൽ ജന്ന, അത് കാരണം കണ്ണ് നഷ്ടപ്പെട്ടിട്ടല്ലേ ഉള്ളൂ, അതിന് കാരണം അതിന് പകരം അവർക്ക് ഞാൻ സ്വർഗമാണ് പകരം നൽകുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അവരുടെയൊക്കെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മുടെ മദ്രസയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ അദ്ദേഹം പറയാണ്, ഞാൻ പള്ളിയിൽ പോയാൽ ഞാൻ ആദ്യം പറയും ഇത് എൻ്റെ ആവശ്യത്തിന് വേണ്ടി പിരിവിന് വന്നതല്ല. പള്ളിയിലൊക്കെ പോകുമ്പോൾ അന്ധരായ കണ്ണ് കാണാത്ത ആളുകളെ കാണുമ്പോൾ പലരും വിചാരിക്കും സ്വന്തം ആവശ്യത്തിന് പിരിവിന് വന്നതാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഞാൻ എൻ്റെ നാടിൻ്റെ മദ്രസയ്ക്ക് വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്, എൻ്റെ ജോലിയൊക്കെ ഒഴിവാക്കിയിട്ട് വന്നതാണ്. അങ്ങനെ നൽകുമ്പോൾ ആളുകൾ സ്വീകരിക്കാറുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അൽഹംദുലില്ലാഹ് അല്ലാഹു നമ്മുടെ നാട്ടിൽ തുടങ്ങാനിരിക്കുന്ന സംരംഭം പ്രയാസങ്ങളൊന്നുമില്ലാതെ ഭംഗിയായി അല്ലാഹു പൂർത്തീകരിക്കട്ടെ. നമ്മൾ ഏൽപ്പിച്ച വിഷയം ഇവിടെ ന്യൂ ജനറേഷൻ എങ്ങോട്ട് എന്നാണ്. ന്യൂ ജനറേഷൻ പോവേണ്ടത് സ്വർഗത്തിലേക്കാണ്. അത് തന്നെയാണ് നമ്മുടെ ആഗ്രഹവും, അതിനുവേണ്ടിയാണ് നമ്മുടെ ഈ സംഗമവും. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. അമിനെ കുറക്കെ പറയണേ, നമ്മൾ നേരത്തെ തുടങ്ങാൻ 10:00 പരിപാടി അവസാനിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങാൻ പാടില്ല, തണുപ്പ് വരാൻ പാടില്ല, ആവേശത്തോടെ ഇരിക്കണം. സലാത്തും ആമീനൊക്കെ ഉറക്കെ പറയണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ജീവിതത്തിൽ പഠിക്കാനും ഉപകരിക്കുന്ന ഒരുപാട് വിഷയങ്ങളാണ് നമ്മൾക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു അദ്ദേഹം ദിജ്ലയുടെ തീരത്തുകൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ ശിഷ്യന്മാരുടെ കൂടെ ടൈഗ്രീസ് നദിയുടെ ദിജ്ലയുടെ തീരത്തുകൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ ഒരു കൂട്ടം ചെറുപ്പക്കാരെ കാണിച്ചു കൊടുത്തു. ഒരു കൂട്ടം വൾഗറായി നടക്കുന്ന
ലാവിഷായി നടക്കുന്ന, എൻജോയ് ചെയ്ത് നടക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ. പൊന്നാനിയുടെ കേരളത്തിന്റെ മക്ക എന്ന് പറയുന്ന വളരെ പരിശുദ്ധമായി ഒരു കാലത്ത് മക്കയോളം കിടപിടിച്ചിരുന്ന കേരളത്തിന്റെ മക്കയിൽ നിന്ന് വളരെ പരസ്യമായി റോഡിന്റെ മധ്യത്തിൽ നൃത്തം വെക്കുന്ന പെൺകുട്ടികളുടെ വീഡിയോകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു വിഷയം ചർച്ച ചെയ്യുകയാണ് നമ്മളൊക്കെ. അതുപോലെ നാദാപുരത്തുള്ള പെൺകുട്ടി കണ്ടവനെ കെട്ടിപ്പിടിച്ചിട്ടുള്ള ഫോട്ടോകൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത് ഒന്ന് നേരെ നടക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ സഹോദരങ്ങൾക്കെതിരെ കേസ് കൊടുത്തതൊക്കെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവരാണ് നമ്മളൊക്കെ. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും അല്ലെ? ഒരു പെൺകുട്ടി, മുസ്ലിം കുടുംബത്തിലും മുസ്ലിം തറവാട്ടിലും ജനിച്ചൊരു പെൺകുട്ടി ആഭാസങ്ങൾ, കള്ളു കുടിക്കുന്ന ഫോട്ടോകളൊക്കെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുക. എവിടെയോ പഠിക്കാൻ അയച്ചതാണ്. അവിടെ നിന്ന് കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റിന്റെ കൂടെ കള്ളൊക്കെ മുമ്പിൽ വെച്ചിട്ട് ഫോട്ടോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാൻ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഒന്ന് മര്യാദയ്ക്ക് നടക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ പറഞ്ഞ ആൾക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്ത കാലമാണ്. അങ്ങനെ ഒരു കാലത്താണ് നമ്മൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത്. മഹാനായ മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു അൻഹു ടൈഗ്രീസിന്റെ തീരത്തുകൂടെ, ദിജ്ലയുടെ തീരത്തുകൂടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഒരു കൂട്ടം ചെറുപ്പക്കാരെ കാണാനിടയായത്. പാട്ടുപാടി നൃത്തം വെച്ച് ആനകളുടെ അകമ്പടിയോടെയാണ് സെന്റ് ഓഫ് ഒക്കെ ഇന്ന് നടക്കുന്നത്. കുറച്ചോനെ, അത് മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളുകളിൽ ആനകളുടെ അകമ്പടിയോടുകൂടി സെന്റ് ഓഫ് നടത്താം. ഒരു വർഷമായിട്ടല്ലേ സെന്റ് ഓഫ് നടക്കുന്നതിനിടയിൽ ജീപ്പ് കയറി പാഞ്ഞ് ഒരു പൊന്നുമോൾ മരിച്ചിട്ട് ഒരു വർഷം പോലും തികഞ്ഞിട്ടില്ല. അപ്പോഴേക്കും പുതിയ ആനകളുടെ അകമ്പടിയോടുകൂടി നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ആഭാസ നൃത്തം ചവിട്ടുന്നത് പൊതുമരാമത്തിൽ പൊതു മധ്യേ ആളുകൾ കണ്ടുകൊണ്ടിരിക്കെ എങ്ങോട്ടാണ് നമ്മുടെ മക്കള് പോകുന്നത് എന്നൊരു വിഷയം നമ്മുടെ സംഘാടകര് നൽകിയത്. ഒരുപക്ഷെ ഇതൊക്കെ കണ്ടിട്ടാകണം എങ്ങോട്ടാണ് ഈ പോക്ക്, എവിടെയാണ് ഇത് അസ്തമിക്കുക, എന്നാണ് ഈ ആഭാസങ്ങൾ നിർത്തിവെക്കുക, എന്നാണ് നമ്മൾക്ക് സ്വന്തമായി ബോധമുണ്ടാവുക. ആലോചിക്കേണ്ട വിഷയമാണ്. അല്ലാഹു നമ്മയൊക്കെ നല്ലവരിൽ പെടുത്തട്ടെ. അല്ലാഹു നമ്മയൊക്കെ നല്ലവരിൽ പെടുത്തുമാറാവട്ടെ. ചർച്ച ചെയ്തു വരുന്നത് മഹാനായ മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു അൻഹു ടൈഗ്രീസിന്റെ തീരത്തുകൂടെ നടന്നു പോകുമ്പോഴാണ് ഒരു ബോട്ടിലൂടെ ആഭാസങ്ങളുമായി കളിച്ചുകൊണ്ടിരിക്കുന്ന, കള്ളുകുടിച്ച് നൃത്തം ചവിട്ടി പാട്ടുപാടി നടക്കുന്ന അല്പം ചില ചെറുപ്പക്കാരെ കാണാനിടയായത്. കള്ളും കുടിച്ച് പാട്ടും പാടി ഒരു കപ്പലിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്, ഒരു ബോട്ടിലൂടെ സഞ്ചരിക്കുകയാണ്. അത് കണ്ടപ്പോ ചെറുപ്പക്കാർ ശിഷ്യന്മാര് പറഞ്ഞു, ഉസ്താദേ അവർക്കെതിരെ ഒന്ന് ദുആ ചെയ്യണമെന്ന് ഉസ്താദ് പറയുകയാണ്. ഈ രണ്ട് ബോക്സിൽ കുറവുണ്ടോന്ന് ചെറിയ സംശയമുണ്ട്, അന്നുണ്ട്. ഈ രണ്ട് ബോക്സ് ഒന്ന് കൂട്ടി. അവർക്കെതിരെ ദുആ ചെയ്യണം, അള്ളാഹുവിനോട് അവർക്കെതിരെ പ്രാർത്ഥിക്കണമെന്ന് മഹാനായ മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോഴാണ് മഹാനായ മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. اللهم كما فرحتهم في الدنيا ففرحهم في الآخرة. അല്ലാഹുവേ ഇവരെ നീ ദുനിയാവിൽ സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും അവസരം നൽകിയതുപോലെ ഫഫർഹിഹും ഫിൽ ആഖിറ, ആഖിറത്തിലും ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും നീ അവസരം നൽകണം. ഇവിടെ ആഘോഷിക്കാനും സന്തോഷിക്കാനും നീ ദുനിയാവിൽ അവസരം നൽകിയതുപോലെ ആഖിറത്തിലും സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും നീ അവസരം നൽകണമെന്ന് മഹാനായ ഇമാമുനാ മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു അൻഹു ദുആ ചെയ്തപ്പോഴാണ് ശിഷ്യന്മാര് പറഞ്ഞത്, ഉസ്താദേ ഞങ്ങൾ പറഞ്ഞത് അവർക്ക് അനുകൂലമായി ദുആ ചെയ്യാനല്ല, ഞങ്ങൾ പറഞ്ഞത് വലാകിൻ ഉദ്ഉല്ലാഹ അലൈഹിം, അവർക്കെതിരെ ദുആ ചെയ്യണം ഉസ്താദേ, അവർക്കെതിരെ ദുആ ചെയ്യണം. അവരാണ് നാട്ടിൽ ആഭാസങ്ങൾ കാട്ടിക്കൂട്ടുന്നത്, അവരാണ് നാട്ടിൽ ഫിത്നയുണ്ടാക്കുന്നത്, ഫസാദ് ഉണ്ടാക്കുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, തിന്മകൾക്ക് കൂട്ടുനിൽക്കുന്നത്. അതുകൊണ്ട് അവരെ നീ നശിപ്പിക്കണേ, അള്ളാഹുവിനോട് നശിപ്പിക്കാൻ വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞപ്പോ മഹാനായ മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു അൻഹു ദുആ ചെയ്തത്, അല്ലാഹുവേ അവർക്ക് നീ ദുനിയാവിൽ സന്തോഷിക്കാൻ അവസരം നൽകിയതുപോലെ ആഖിറത്തിലും നീ സന്തോഷിക്കാൻ അവസരം നൽകണമെന്നാണ്.
അത് ഒരു പ്രാർത്ഥനയാണ് ചെറുപ്പക്കാരോട് പ്രാർത്ഥിക്കാനുള്ളത്. ന്യൂ ജനറേഷൻ നമ്മുടെ കേരളക്കരയിൽ ആഭാസങ്ങളുടെ നൃത്തം ചവിട്ടിക്കൊണ്ടിരിക്കുന്ന, തോന്നിവാസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, തിന്മയുടെ അരുതായ്മകളുടെ കോപ്രാട്ടിത്തരങ്ങളുടെ താന്തോന്നികളായി ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത്, അല്ലാഹുവേ അവർക്ക് ദുനിയാവിൽ സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും നീ അവസരം നൽകിയതുപോലെ നാളെ ആഖിറത്തിലും സന്തോഷിക്കാൻ നീ അവസരം നൽകണേ അല്ലാഹ്. ഹിജാബ് ധരിച്ച്, സ്കാഫ് ധരിച്ച് സോഷ്യൽ മീഡിയകളിലൂടെ ലൈവായി ഫേസ്ബുക്കിലൂടെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യപ്പെടുമ്പോഴും യാതൊരു മടിയില്ലാതെ, യാതൊരു നാണക്കേടില്ലാതെ അല്ലാഹുവിന്റെ ഹബീബായ പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ, ഇദാ കാന ആഖിറുസ് സമാൻ, അന്ത്യനാൾ അടുത്തു കഴിഞ്ഞാൽ, അവസാന കാലഘട്ടമായി കഴിഞ്ഞാൽ, യർഫഉല്ലാഹു അർബഅത അശിയാ, ഭൂമിലോകങ്ങളിൽ നിന്ന് 4 കാര്യങ്ങളെ അല്ലാഹു ആകാശലോകങ്ങളിലേക്ക് ഉയർത്തിക്കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അന്ത്യനാൾ അടുത്തു കഴിഞ്ഞാൽ 4 കാര്യങ്ങൾ ആകാശത്തിലേക്ക് തന്നെ അല്ലാഹു ഉയർത്തിക്കളയും. അതിൽപ്പെട്ട ഒന്നാണ് യർഫഉല്ലാഹുൽ ഹയാഅ മിനൻ നിസാ, പെണ്ണുങ്ങളിൽ നിന്ന് ലജ്ജയെ, നാണക്കേടിനെ അല്ലാഹു ആകാശത്തേക്ക് ഉയർത്തിക്കളയുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്. എത്ര അർത്ഥമുള്ള വിഷയങ്ങളാണ്, എത്ര അർത്ഥമുള്ള വാക്കുകളാണ് എന്റെ ചെറുപ്പക്കാരാ. എങ്ങനെയാണ് ഒരു പെണ്ണിന്റെ റോഡിന്റെ മധ്യത്തിലിരുന്ന് ഹിജാബ് ധരിച്ചിട്ട് ഡാൻസ് കളിക്കാനും നൃത്തം വെക്കാനും ഒരു പെണ്ണിന് സാധിക്കുന്നത്? സോഷ്യൽ മീഡിയകൾ എന്ന് പറഞ്ഞാൽ, ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും കാണാനും ആസ്വദിക്കാനും പറ്റുന്ന മേഖലയാകുമ്പോ എങ്ങനെയാണ് ഇവിടേക്ക് കണ്ട മുസ്ലിമീങ്ങളെ കെട്ടിപ്പിടിച്ച് നമ്മുടെ നെറ്റിത്തടങ്ങളിൽ പൊട്ടു തൊട്ടുകൊണ്ടുള്ള ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യാൻ ഒരു പെണ്ണിന് സാധിക്കുന്നത്? കാരണം ഇതാണ്, പെണ്ണുങ്ങളിൽ നിന്ന് അല്ലാഹു ലജ്ജയെ ഉയർത്തിക്കളയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണ്, പെണ്ണുങ്ങൾക്ക് ലജ്ജ ഉണ്ടാവൂല. അപ്പോഴാണ് ലഗ്ഗീനിട്ട് പുറത്തിറങ്ങുന്നത്, അകത്തേക്കിടേണ്ട വസ്ത്രങ്ങൾ പുറത്തേക്കിടുന്നത്, അല്ലേ? വീട്ടിലിടേണ്ട വസ്ത്രങ്ങൾ പുറത്തേക്കിടുന്നത് ലജ്ജ അല്ലാഹു ഉയർത്തിക്കളയുമ്പോഴാണ്. ലജ്ജീനി ധരിച്ചുകൊണ്ട് പെണ്ണുങ്ങൾ പുറത്തിറങ്ങുന്നത് അല്ലാഹു നാണക്കേടിനെ, ലജ്ജയെ ഉയർത്തിക്കളഞ്ഞത് കൊണ്ടാണ്. എത്രയെത്ര ഫോട്ടോകളാണ് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലും പഠിക്കാതെ, മനസ്സിലാക്കാതെ, ബോധമില്ലാതെ നടക്കുന്നത് അല്ലാഹു നാണം ആകാശലോകങ്ങളിലേക്ക് ഉയർത്തിയത് കൊണ്ടാണ്. പക്ഷേ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ നമ്മുടെ ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും ഇവിടെ അവർക്ക് ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും നീ അവസരം നൽകിയതുപോലെ നാളെ ദുനിയാവിലും ആഘോഷിക്കാൻ, നീ സന്തോഷിക്കാനും അവസരം നൽകണേ അല്ലാഹ്. അപ്പോഴാണ് മഅറൂഫുൽ ഖർഖിയോട് ശിഷ്യന്മാര് ചോദിച്ചത്, എന്തിനാണ് നിങ്ങൾ അങ്ങനെ ദുആ ചെയ്യുന്നത്? എന്തിനാണ് നിങ്ങൾ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നത്? അവരെ നശിപ്പിക്കാൻ വേണ്ടി ദുആ ചെയ്യാനല്ലേ ഞങ്ങൾ പറഞ്ഞത്? അപ്പോഴാണ് മഅറൂഫുൽ ഖർഖി മറുപടി പറഞ്ഞത്, അല്ലാഹു തആല ഒരാൾക്ക് ആഖിറത്തിൽ സന്തോഷം നൽകിയാൽ അവരുടെ തൗബ അല്ലാഹു സ്വീകരിക്കുമെന്ന് മഹാനായ മഅറൂഫുൽ ഖർഖി. ഞാൻ എന്താണ് പ്രാർത്ഥിച്ചത്? അല്ലാഹുവേ ഇവർക്ക് നീ നാളെ ആഖിറത്തിൽ സന്തോഷിക്കാനുള്ള അവസരം നൽകണമെന്നാണ്. അങ്ങനെ ഒരാൾക്ക് അല്ലാഹു തആല ആഖിറത്തിൽ സന്തോഷിക്കാൻ അവസരം നൽകിയാൽ അവർക്ക് അല്ലാഹു അവരുടെ തെറ്റുകുറ്റങ്ങൾ ദുനിയാവിൽ പുറത്തു കൊടുക്കുകയും എന്നിട്ട് അവർ നല്ല രീതിയിൽ ജീവിക്കാൻ അല്ലാഹു അവർക്ക് അവസരം നൽകുകയും ചെയ്യുമെന്ന് മഹാനായ മഅറൂഫുൽ ഖർഖി പറയുന്നത് പോലെ അല്ലാഹു അവരുടെ തൗബ സ്വീകരിച്ച് നല്ലവരായി നടക്കാൻ അല്ലാഹു നമ്മുടെ ന്യൂ ജനറേഷൻ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരാൾ ഇവിടെ വരും, ഒരാൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഉദ്ദേശം നമ്മൾ നന്നാവണം, എല്ലാവരും നന്നാവണം, നന്മയുടെ പാതയിലേക്ക് കടന്നു വരണം. അതിനാണ് ഈ വഅദുകൾ സംഘടിപ്പിക്കുന്നത്. ഇതിൽ കേൾക്കുന്ന സൗണ്ട് കേൾക്കുന്നു എന്ന് നോക്കിയാൽ മതി. അതിനുവേണ്ടിയാണ് ഈ വഅദുകളൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഒക്കെ എന്തിനാണ്?
നമ്മൾ ഒരുമിച്ച് കൂടാനും വഅദ് പറയാനും കാരണം ഇവിടെ നന്മയുണ്ടാവണം, തിന്മകൾ ഉണ്ടാവരുത്. അതിനു വേണ്ടിയാണ് ഈ ഒരുമിച്ച് കൂടലൊക്കെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നന്മയുള്ള നല്ലവരായ ആളുകളിൽ നമ്മളെ പെടുത്തുമാറാവട്ടെ. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളോട് മഹാനായ നബി തങ്ങൾ ത്വായിഫിന്റെ മണലാരുണ്യത്തിൽ ഇരിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് മഹാനായ പർവ്വതങ്ങളെ നിയന്ത്രിക്കുന്ന മാലാക കടന്നു വരുന്നത്. നടക്കാൻ കഴിയാതെ ശരീരത്തിൽ നിന്ന്, തന്റെ കാലുകളിൽ നിന്ന് രക്തം വാർന്നൊലിച്ച് ഒരു ചവിട്ടടി പോലും മുന്നോട്ട് വെക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന സമയത്ത് മഹാനായ അള്ളാഹുവിന്റെ ഹബീബ് ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുമ്പോഴാണ് പർവ്വതങ്ങളുടെ മാലാക വന്നിട്ട് ചോദിക്കുന്നത്, യാ അല്ലാഹുവിന്റെ ഹബീബേ, മുത്തു നബിയേ, ഈ ജനങ്ങളെ ഈ പർവ്വതത്തിന്റെ താഴെ, ഈ പർവ്വതങ്ങളെ ഞാൻ ആകാശലോകങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി ഈ മനുഷ്യന്മാരുടെ തലയിലേക്ക് ഇവരെ ഞാൻ നശിപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വേണ്ട, ഇവരെ നശിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് എന്ത് നേട്ടമാണുള്ളത്? ഇവരെ നിങ്ങൾ കൊന്നു കളഞ്ഞത് കൊണ്ട് എനിക്കെന്ത് നേട്ടമാണുള്ളത്? ആരെക്കുറിച്ചാണ് ഈ പറയുന്നതെന്ന് കേൾക്കണം. അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പത്നിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് ഇവിടെ പറഞ്ഞപ്പോ, അബൂ ത്വാലിബ്, നബി തങ്ങൾക്ക് സംരക്ഷണം നൽകിയിരുന്ന അബൂ ത്വാലിബ് ലോകത്തോട് ഇവിടെ പറഞ്ഞപ്പോ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ സംരക്ഷണം നൽകാൻ ആളുകളില്ലാതെ ഒന്ന് തായിഫിൽ പോയാൽ അവിടെ കുടുംബക്കാരുണ്ടല്ലോ, അവരെന്നെ സംരക്ഷിക്കുമല്ലോ എന്ന പ്രതീക്ഷയോടെയാണ് അങ്ങ് തായിഫിലേക്ക് ചെന്നത്. അവിടെ എത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ മറ്റൊരു ദൈവമില്ല, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് വിശ്വസിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് കല്ലെറിയാൻ തുടങ്ങിയത്. എന്ത് തെറ്റ് ചെയ്തിട്ടാണ് കല്ലെറിഞ്ഞത്? ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരാളെയും ദ്രോഹിച്ചിട്ടില്ല, ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല. അവരോട് പറഞ്ഞു, നിങ്ങൾ നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ നരകത്തിൽ പോവാൻ പാടില്ല, നിങ്ങൾ നരകത്തിൽ പോകുന്നത് എന്റെ ഇഷ്ടമല്ലല്ലോ, അതല്ലല്ലോ എന്റെ ആഗ്രഹം, അതുകൊണ്ട് നിങ്ങൾ നരകത്തിലേക്ക് പോവാതിരിക്കാൻ, അള്ളാഹുവിന്റെ കത്തിക്കൊണ്ടിരിക്കുന്ന തീജ്വാലയിലേക്ക് വീഴാതിരിക്കാൻ ഞാൻ നിങ്ങളോടൊരു കാര്യം പഠിപ്പിച്ചു തരട്ടെ. എന്താണ് ആ കാര്യം എന്നറിയോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നും ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്നും വിശ്വസിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ വിശ്വസിക്കുന്നതിന് പകരം ഹബീബിന്റെ കാലുകളിലേക്ക് കല്ലെറിയുകയാണ്, ഹബീബിന്റെ കാലിലേക്ക് മരക്കഷ്ണങ്ങൾ എറിയുകയാണ്, ഹബീബിനെതിരെ കൂകി വിളിച്ച് നബി തങ്ങളെ ആട്ടി ഓടിക്കുകയാണ്. കല്ലെറിഞ്ഞ് ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊലിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ഒരു മരത്തിന്റെ തണലിലിരുന്നു. അപ്പോഴാണ് വരുന്നത്, നബിയെ, ഈ സമൂഹത്തെ ഞാൻ നശിപ്പിക്കട്ടെ, ഇവരെ ഞാൻ കൊന്നുകളയട്ടെ, ഇവരെ ഞാൻ പർവ്വതങ്ങൾക്കടിയിലിട്ട് ചതച്ച് കളയട്ടെ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഇവര് നശിച്ചാൽ എനിക്കെന്ത് നേട്ടമാണുള്ളത്? എന്നെ കല്ലെറിഞ്ഞു എന്നത് ശരി തന്നെ, എന്നെ കൂകി പിടിച്ചു എന്നത് ശരി തന്നെ, എന്നെ ആക്രമിച്ചു എന്നുള്ളതും ശരി തന്നെ, പക്ഷേ ഇവർ നശിച്ചാൽ എനിക്ക് എന്ത് നേട്ടമാണുള്ളത്? ഇവർ നശിക്കലല്ല എന്റെ ദൗത്യം. ഇവരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അതാണ് എനിക്ക് ദുനിയാവിലും ആഖിറത്തിലും നല്ലത് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് തന്നെയാണ് 21-ാം നൂറ്റാണ്ടിൽ നമ്മളും ആഗ്രഹിക്കേണ്ടത്, ഇവിടെയുള്ള ദഅവത്ത് നടത്തുന്ന പ്രബോധകരും ആഗ്രഹിക്കേണ്ടത്. ഒരാളും നരകത്തിൽ പോവാതെ രക്ഷപ്പെടണം. ഇവിടെ ആളുകൾ നശിക്കണമെന്നല്ല, ആളുകൾ ഇവിടെ പരാജയപ്പെടണമെന്നല്ല, ദുനിയാവിലും ആഖിറത്തിലും വിജയികളായി നല്ല മുത്തഖീങ്ങളായി നമ്മൾ മാറണം. അതിനു വേണ്ടിയാവട്ടെ നമ്മുടെ സംഗമങ്ങളൊക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു ജൂതനായ ഒരു പയ്യനുണ്ടായിരുന്നു. കേൾക്കണം എന്റെ ശബ്ദം ശപിക്കുന്ന ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം ശപിക്കുന്ന സഹോദര സഹോദരിമാരെ, ഇത് കേൾക്കാതെ പോകരുത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു. ചെറുപ്പക്കാരനാണ്, ചെറിയ കുട്ടിയാണ്. നബി തങ്ങൾ അവരോട് ഇസ്ലാമിലേക്ക് മാറാൻ നിർബന്ധിച്ചിട്ടില്ല, ഇസ്ലാമിലേക്ക് കടന്നു വരണമെന്ന് നിർബന്ധിച്ചിട്ടില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ,
ദീനിൽ ഒരാളെയും അടിച്ചേൽപ്പിക്കലില്ലല്ലോ. ഒരാളെയും നിർബന്ധമായി ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് ഇസ്ലാമിന്റെയോ മുസ്ലിമീങ്ങളുടെയോ ദൗത്യമല്ല. ഒരാളെയും അങ്ങനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇസ്ലാമിന്റെ അംഗബലം കൊണ്ട് ഇസ്ലാമിന്റെ വിജയം ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് തനിക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ജൂതനായ പയ്യനോട് ഇസ്ലാമിലേക്ക് വരാൻ നിർബന്ധിച്ചിട്ടില്ല. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബ് ഒരു ദിവസം ആ ജൂതനായ പയ്യൻ രോഗിയായി കിടന്നപ്പോ അവനെ സന്ദർശിക്കാൻ വേണ്ടി അവന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. ജൂതനാണ്. ജൂതന്മാരെ കുറിച്ച് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞത് മുസ്ലിമീങ്ങളോട് ഏറ്റവും നന്നായി ശത്രുത വെക്കുന്നവർ ജൂതന്മാരാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. ആ ജൂതനായ പയ്യനെയാണ് സന്ദർശിക്കാൻ പോകുന്നത്. നോക്കുമ്പോൾ വല്ലാത്ത ക്രിട്ടിക്കൽ അവസ്ഥയാണ്, ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണ്. മരണത്തോട് മല്ലടിക്കുകയാണ്. ഏതാനും നിമിഷം കഴിഞ്ഞാൽ ആ കുട്ടി മരിച്ചു പോകുമെന്ന് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനസ്സിലായപ്പോ അള്ളാഹുവിന്റെ ഹബീബ് ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, അസ്ലിം, പൊന്നുമോനെ മുസ്ലിം ആയിക്കോ. അതുവരെ പറഞ്ഞിട്ടില്ല, മുസ്ലിമാകാൻ പറഞ്ഞിട്ടില്ല, ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മുസ്ലിം ആയിക്കോ മോനെ. അപ്പൊ മകൻ ഉപ്പയുടെ മുഖം ഇങ്ങനെ നോക്കി. ഉപ്പ ജൂതനാണ്. ജൂതനായ പിതാവ് ഉപ്പ മുസ്ലിമല്ല, ഉപ്പ ജൂതനാണ്. ഉപ്പയുടെ മുഖം നോക്കി. എന്താണ് ഉപ്പ ഞാൻ ചെയ്യേണ്ടത്, എന്താണ് ഉപ്പ ഞാൻ ചെയ്യേണ്ടത് എന്നറിയാൻ വേണ്ടി ഉപ്പയുടെ മുഖം നോക്കിയപ്പോ ഉപ്പ പറഞ്ഞു, അബുൽ ഖാസിമായ മുഹമ്മദിനെ നീ അനുസരിച്ചോ, മുഹമ്മദ് പറഞ്ഞതുപോലെ കേട്ടോ എന്ന് ജൂതനായ പിതാവ് മരിക്കാൻ കിടക്കുന്ന മകനോട് പറയാണ്. അവർക്കും അറിയാം സത്യം ഇസ്ലാമിന്റെ കൂടെയെന്ന്, ഉപ്പയ്ക്കറിയാം സത്യം ഇസ്ലാമിന്റെ കൂടെയെന്ന്. മരിക്കാൻ പോകുന്ന മകനോട് പറയുകയാണ്, അബുൽ ഖാസിമിനെ നീ അംഗീകരിച്ചോ. മകൻ മുസ്ലിമായി. മുസ്ലിമായ നബിതങ്ങൾ ഇങ്ങനെ മസൽ പിടിച്ചില്ല, നമുക്ക് ഒരാളെ കിട്ടിയല്ലോ, അങ്ങനെയല്ല പറഞ്ഞത്. നബിതങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും റബ്ബേ നിനക്കാണ്. അല്ലദീ ആഖദഹു ബി മിനന്നാർ, അല്ലദീ ആഖദഹു ബി മിനന്നാർ. അല്ലാഹുവേ, ഞാൻ കാരണം ഒരാളെ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഞാൻ കാരണം നീ ഒരാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ അല്ലാഹ്. അതുകൊണ്ട് സർവസ്തുതിയും നിനക്കാണെന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ ഹബീബ് വീട്ടിൽ നിന്ന് കടന്നു വരികയാണ്. മുസ്ലിമീങ്ങളായ ദഅവത്ത് നടത്തുന്ന പ്രബോധകന്മാരുടെ ദായികളുടെ ലക്ഷ്യം നരകത്തിലേക്ക് വീഴാതെ സ്വർഗത്തിലേക്ക് എങ്ങനെ ആളുകളെ റിക്രൂട്ട് ചെയ്യാമെന്നുള്ളതാണ്, എങ്ങനെ സ്വർഗത്തിലേക്ക് ഒരുങ്ങാമെന്നുള്ളതാണ്. ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരോട് പറയാനുള്ളതും അത് തന്നെയാണ്. ആഭാസങ്ങൾ നിർത്തിവെച്ച്, ഗാനമേളകൾ നിർത്തിവെച്ച്, പാട്ടുകൾ നിർത്തിവെച്ച്, അനാവശ്യമായ കളികൾ നിർത്തിവെച്ച് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള സമയം ആയിട്ടില്ലേ എന്റെ ചെറുപ്പക്കാരാ? ആരെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? മഹ്ദി ഇമാമിനെയാണോ, ദജ്ജാലിനെയാണോ കാത്തിരിക്കുന്നത്? അന്ത്യനാളിനെയാണോ കാത്തിരിക്കുന്നത്? അന്ത്യനാൾ എടുത്തിരിക്കുകയാണ്. ഇനി ഒരുപാട് കാലം കാത്തിരിക്കാനില്ല. മഹ്ദി ഇമാമിന്റെ കാലം നമ്മളിലേക്ക് വരാനിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, മഹാനായ മഹ്ദി ഇമാം വന്നു എന്നറിഞ്ഞാൽ കഅബയുടെ സമീപത്ത് വലിയ ഒരു കൊലപാതകം നടക്കാനുണ്ട്, വലിയ ഒരു അക്രമം നടക്കാനുണ്ട്. ഒരു ഖലീഫ മരിച്ചു പോകുമ്പോൾ, സാലിഹായ നല്ലൊരു ഖലീഫ മരിച്ചു പോകുമ്പോ അവരുടെ മക്കൾ അധികാരത്തിന് വേണ്ടി കഅബയുടെ മുറ്റുവത്ത്, കഅബയുടെ ചുറ്റുഭാഗത്ത് ഒരു കൊലപാതകം, ഒരു അക്രമം നടക്കാനുണ്ട്. കഅബയുടെ കില്ലയുടെ ഭാഗത്ത് പോലും രക്തം തളം കെട്ടി നിൽക്കുന്ന അവസ്ഥയുണ്ടാകും. ആ സമയത്താണ് മഹാനായ മഹ്ദി ഇമാം മദീനയിൽ നിന്ന് മക്കയിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ മഹ്ദി ഇമാം വരുന്നത് കാണാനിടയായാൽ നിങ്ങൾ ഫബായിഉ വലൗ ഹബ്വൻ അല സൽജി, മഞ്ഞുകട്ടയുടെ മുകളിലൂടെ ഇഴഞ്ഞു പോയിട്ടെങ്കിലും നിങ്ങൾ മഹാനായ മഹ്ദി ഇമാമിനെ ബൈഅത്ത് ചെയ്യണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് ഈയിടെയായി പത്രങ്ങളിലൂടെ വായിച്ച വാർത്തയാണ്. GCC രാഷ്ട്രങ്ങളിൽ മഞ്ഞുമലകൾ നമ്മൾ കാണാൻ തുടങ്ങി. ഇതുവരെ ഇല്ലാത്ത അത്ഭുതങ്ങളാണത് അല്ലെ? ഇതുവരെ GCCയിൽ ഇങ്ങനെ മഞ്ഞിന്റെ മലകൾ കണ്ടിട്ടുണ്ടോ? വെള്ളമൊഴിച്ചാൽ അത് മഞ്ഞായി മാറുക, ഐസായി മാറുന്ന അത്ഭുത പ്രതിഭാസം ഈ വർഷമാണ് കാണാൻ തുടങ്ങിയത്. മക്കയിലുണ്ടായി, മദീനയിലുണ്ടായി, UAEയിലുണ്ടായി, ഒമാനിലുണ്ടായി, സലാലയിലുണ്ടായി, ഖത്തറിലുണ്ടായി, ബഹ്റൈനിലുണ്ടായി. എന്തുണ്ടായി? ശക്തമായ തണുപ്പ് കാരണം 0 ഡിഗ്രി വരെ എത്തി. ശക്തമായ തണുപ്പ് കാരണം വെള്ളമൊഴിച്ചാൽ ആ ഒഴിക്കുന്ന വെള്ളം താഴേക്ക് വീഴുന്നത് ഐസിന്റെ കട്ടയായിട്ട്.
ഇങ്ങനൊരു സാഹചര്യം മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഉണ്ടാകുമ്പോ എന്താണിത് സൂചിപ്പിക്കുന്നത്? വലിയ മഞ്ഞ് കട്ടയാണ് നിങ്ങളുടെ മുന്നിലുള്ളത്, പർവ്വതം കണക്കെ മഞ്ഞിന്റെ മലകളാണ് നിങ്ങളുടെ മുന്നിലുള്ളതെങ്കിൽ ആ മഞ്ഞുമലയുടെ മുകളിൽ ഇടഞ്ഞിട്ടെങ്കിലും നിങ്ങൾ മഹദി ഇമാമിനെ ബൈഅത്ത് ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോ ആ മഹദി ഇമാമിന്റെ ആഗമനം അടുത്തു എന്നതാണ് പറയുന്നത്. മഹദി ഇമാമിന്റെ ആഗമനം അടുത്തു എന്നതാണ് പറയുന്നത്. അതുപോലെ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മക്കയുടെ മദീനയുടെ ഓലമേഞ്ഞ വീട്ടിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയാണ്, മഴ വന്നാൽ അകത്തേക്ക് വെള്ളമൊലിക്കുന്നുണ്ട്, ശക്തമായ ചൂടുണ്ടായാൽ അകത്തേക്ക് ചൂട് കയറുന്നുണ്ട്, രണ്ടുപേർക്ക് കഷ്ടിച്ചുറങ്ങാൻ പോലും സ്ഥലമില്ലാതെ ചെറ്റക്കൂരയിൽ നിന്നിട്ട് ഓലമേഞ്ഞ വീടിൽ നിന്നിട്ട് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അതാ അന്ത്യനാൾ അടുത്തു കഴിഞ്ഞാൽ, അവസാന കാലഘട്ടം ആയി കഴിഞ്ഞാൽ ദജ്ജാൽ കടന്നു വരുമെന്നും ഉഹുദ് മലയുടെ മുകളിൽ കയറി ദജ്ജാൽ പറയുമത്രേ. ഉഹുദ് മലയുടെ മുകളിൽ കയറി ദജ്ജാൽ പറയുമത്രേ. എന്താണ് പറയുന്നതെന്നറിയോ? ആ കാണുന്ന വെള്ളക്കൊട്ടാരമുണ്ടല്ലോ, അത് മുഹമ്മദിന്റെ കൊട്ടാരമാണ്, അത് മുഹമ്മദിന്റെ കൊട്ടാരമാണ്. അവിടേക്ക് കയറാൻ എനിക്ക് ബോധിയുണ്ട്, പക്ഷേ അവിടേക്ക് കയറാൻ എനിക്ക് സമ്മതമില്ല, അവിടേക്ക് കയറാൻ എനിക്ക് അനുവാദമില്ല. അതിന്റെ ഓരോ മേഖലകളിലും ഊരിപ്പിടിച്ച വാളുമായി മാലാക്കമാര് നിൽക്കുന്നുണ്ട്. ഞാനെങ്ങാനും ആ മദീനയിലേക്ക് കയറി ചെന്നാൽ ഉടനെ മാലാക്കമാർ അവരുടെ വാള് കൊണ്ട് എന്നെ ശരിപ്പെടുത്തും. അതുകൊണ്ട് ആ മദീനയിലേക്ക് കയറാൻ എനിക്ക് കഴിയൂല, എനിക്ക് അവിടേക്ക് എത്തിപ്പെടാൻ കഴിയില്ല എന്ന് ഉഹുദിന്റെ മലയിൽ കാല് ചവിട്ടി ദജ്ജാൽ പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ആ വെള്ളക്കൊട്ടാരം ഇന്ന് തയ്യാറായിട്ടില്ലേ? ആ വെള്ളക്കൊട്ടാരം ഇന്ന് റെഡിയാണല്ലോ. ഏത് സമയത്താണ് പറയുന്നത്? ഓലമേഞ്ഞ ചട്ടക്കൂട്ടിലിരുന്നിട്ട്, ഓലമേഞ്ഞ കൂരയിലിരുന്നിട്ട് നബി തങ്ങൾ പറയാണ്, ഇത് മുഹമ്മദിന്റെ വെള്ളക്കൊട്ടാരമാണെന്ന്. ആ മുഹമ്മദിന്റെ വെള്ളക്കൊട്ടാരവും റെഡിയായി ഒരുങ്ങിയിരിക്കുകയാണ്, ദജ്ജാലിനെ കാത്തിരിക്കുകയാണ്. വെള്ളക്കൊട്ടാരം റെഡിയായി എന്നറിഞ്ഞാൽ എന്താണത് സൂചിപ്പിക്കുന്നത്? ദജ്ജാൽ വരാനെടുത്തു എന്നല്ലേ എന്റെ ചെറുപ്പക്കാരാ. ഇനി ആരെയാണ് കാത്തിരിക്കുന്നത്? ഇനി ഞാൻ പറയട്ടെ, മഹാനായ ഈസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം വരുമ്പോൾ ഡമസ്കസിൽ ഒരു വെള്ളമിനാരം, ഡമസ്കസിലെ പള്ളിയിൽ ഒരു വെള്ളമിനാരത്തിലൂടെയാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം കടന്നു വരുന്നതെന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അന്ന് ഡമസ്കസിൽ ആ പള്ളിയില്ല, അന്ന് ഡമസ്കസിൽ ആ വെള്ളമിനാരമില്ല, അന്ന് ഡമസ്കസിൽ മഹാനായ നബി തങ്ങൾ പറഞ്ഞതുപോലെ ഈസാ നബിക്ക് ഇറങ്ങി വരാനുള്ള മിനാരമില്ല. എന്നാൽ ഇന്ന് ഡമസ്കസിലേക്ക് ചെന്നാൽ ഈസാ നബി അലൈഹിസ്സലാം കടന്നു വരാൻ വേണ്ടി പ്രത്യേകമായി സജ്ജീകരിച്ച് മാർക്ക് ചെയ്തു വെച്ച സ്ഥലമുണ്ട്. ഈ പള്ളിയുടെ ഈ മിനാരത്തിലൂടെയാണ് ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരിക എന്ന്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈസാ നബിയുടെ സമയം ഇനി ഒരുപാട് കാത്തിരിക്കാനുണ്ടോ? ഈസാ നബി കടന്നു വരാൻ ഇനി ഒരുപാട് കാത്തിരിക്കാനുണ്ടോ? ഈസാ നബി അലൈഹിസ്സലാം വരാൻ ഇനി ഒരുപാട് കാത്തിരിക്കാനുണ്ടോ? ഇല്ല, ഈസാ നബിക്ക് വരാനുള്ള പള്ളിയും അവിടെ ഒരുങ്ങിയിരിക്കുകയാണ്. ഇനി ആരെയാണ് കാത്തിരിക്കുന്നത്? എന്റെ ചെറുപ്പക്കാരാ, നന്നാവാനുള്ള സമയമായിട്ടില്ലേ? ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള സമയമായിട്ടില്ലേ? ആവാസങ്ങൾ നിർത്തിവെക്കാനുള്ള സമയമായിട്ടില്ലേ? അവസാന കാലഘട്ടം വരുമ്പോഴാണ് പാട്ട് പാടുന്ന, നൃത്തം വെക്കുന്ന പെൺകുട്ടികൾ ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. ഇദാ ലഹറത്തിൽ ഖൈനാതു വൽ മആസിഫ്. എന്റെ പെൺകുട്ടികളെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, കോഴിക്കോട്ടുകാരിയാണെങ്കിലും നാദാപുരത്തുകാരിയാണെങ്കിലും പൊന്നാനിക്കാരിയാണെങ്കിലും ഇനി കാസർഗോട്ടുകാരിയാണെങ്കിലും അവരോടൊക്കെ പറയാനുള്ളത്, അല്ലാഹുവിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇദാ ലഹറത്തിൽ ഖൈനാതു വൽ മആസിഫ്. പാട്ട് പാടുന്ന പെണ്ണുങ്ങൾ പ്രകടമായാൽ, പാട്ട് പാടുന്ന പെണ്ണുങ്ങൾ പ്രത്യക്ഷമായാൽ, പാട്ട് പാടുന്ന നൃത്തം വെക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടായാൽ, എന്റെ സഹോദര, കാത്തിരിക്കുന്നത് അപകടമാണ്. പാട്ട് പാടുന്ന പെണ്ണുങ്ങൾ എവിടെ? യൂത്ത് ഫെസ്റ്റിവലിന്റെ പേരിൽ
സ്കൂളിൽ നടക്കുന്ന ഫെസ്റ്റിവലിന്റെ പേരിൽ, അതുപോലെ സെന്റ് ഓഫിന്റെ പേരിൽ, എന്റെ ചെറുപ്പക്കാരാ, എന്റെ വിദ്യാർത്ഥിനികളെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, എപ്പോഴാണ് ഈ സെന്റ് ഓഫിന്റെ പേരിൽ ആഭാസങ്ങൾ തുടങ്ങിയത്? എത്ര വർഷമായി? ഒരുപാട് വർഷം മുമ്പ് തുടങ്ങിയതാണോ? 2-3 വർഷങ്ങൾക്ക് ഇപ്പുറത്താണ് ഈ ആഭാസങ്ങൾ കാണാൻ തുടങ്ങിയത്. ഒരുപോലെയുള്ള വസ്ത്രങ്ങള്, ഒരുപോലെയുള്ള വേഷങ്ങള്, ഒരുപോലെയുള്ള വാഹനങ്ങള്. എന്തിനാണ് ഇതൊക്കെ? ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ? എന്നിട്ട് ആണും പെണ്ണും വ്യത്യാസമില്ലാതെ കൂടിക്കലർന്നിട്ട് പാട്ടുപാടി നൃത്തം വെക്കുന്ന ആഭാസം നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ശക്തമായ തീക്കാറ്റുകൾ പ്രതീക്ഷിച്ചോ പെണ്ണെ? എന്റെ പെണ്ണെ, ഞാൻ നിന്നോട് പറയട്ടെ, ശക്തമായ തീക്കാറ്റുകളെ കൊണ്ടുവരുന്നത് നിങ്ങളാണ്. എപ്പോ സ്റ്റേജിൽ കയറി റോഡിന്റെ മധ്യത്തിൽ നൃത്തം വെക്കാനും പാട്ടുപാടാനും തുടങ്ങിയാൽ അള്ളാഹു വെറുതെ വിടൂല പെണ്ണെ. നിന്റെ ലജ്ജ അള്ളാഹു ആകാശത്തിലേക്ക് ഉയർത്തി എന്ന് വെച്ചിട്ട് ലോകത്തിലേക്ക് നാശം കൊണ്ടുവരില്ല. അതുകൊണ്ടായിരിക്കണം ഷേക്സ്പിയർ പറഞ്ഞത്, ഓ ഫ്രൈറ്റി, thy name is woman, ചാവല്യമേ, നിന്റെ പേരോ സ്ത്രീ എന്ന്. നാശമേ നാശമേ, നിന്റെ പേരോ സ്ത്രീ എന്ന് ഷേക്സ്പിയർ പറഞ്ഞു, ഇസ്ലാം പറഞ്ഞതല്ല. നാരിമാർ നാരിമാർ നാണം കുണുങ്ങികൾ, വിശ്വാവിപത്തിന്റെ നേരായ വേരുകൾ. പെണ്ണൊരുത്തിയെ പടച്ചില്ലായിരുന്നെങ്കിൽ വിശ്വമെന്നേ സ്വർഗമായിരുന്നേനെ. ചെങ്ങമ്പുഴയുടെ വരികളാണ്. ഇസ്ലാം അങ്ങനെയല്ല പറഞ്ഞത് പെണ്ണേ നീ സ്വർഗമാണെന്ന്. ഇസ്ലാം പറഞ്ഞത് പെണ്ണേ നീ സ്വർഗമാണ്. ചെങ്ങമ്പുഴ പറയാണ് പെണ്ണൊരുത്തിയെ പടച്ചില്ലായിരുന്നെങ്കിൽ വിശ്വമെന്നേ സ്വർഗമായിരുന്നേനെ. ഞാൻ ആലോചിച്ചു പോവുകയാണ്, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഈ ഹദീസുകൾ കണ്ടിട്ടാണോ ഇങ്ങനെയൊക്കെ പാടാൻ അവർ ധൈര്യം കാണിച്ചത്? എന്താണ്? പെണ്ണുങ്ങളെ പാട്ടുപാടി നൃത്തം വെക്കുന്ന കാലം വന്നാൽ, പെണ്ണുങ്ങൾ പാട്ടുപാടി നൃത്തം വെക്കുന്ന ഒരു കാലം കടന്നു വന്നാൽ, അത് റോഡിന്റെ മധ്യത്തിലാണെങ്കിലും, അത് മാഹിയിലെ പെൺപിള്ളേരാണെങ്കിലും, ഏത് പെൺപിള്ളേരാണെങ്കിലും ശരി, സ്വന്തം ശരീരത്തിന്റെ ഭംഗി കാണിച്ചിട്ട്, സ്വന്തം ശരീരത്തിന്റെ ഭംഗി പറഞ്ഞിട്ട്, ഞങ്ങളെ നോക്കിക്കോ, ഞങ്ങളെ കണ്ടോ എന്ന് പെൺകുട്ടികൾ പാട്ടുപാടാൻ തുടങ്ങിയാൽ, അള്ളാഹുവിന്റെ ശക്തമായ ഭീഷണിയാണിത്, അള്ളാഹുവിന്റെ മുന്നറിയിപ്പാണിത്. നിങ്ങളെ കാത്തിരിക്കുന്നത് തീക്കാറ്റുകളാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇത് തടയണ്ടേ? ഇത് അവർക്ക് മാത്രമായിട്ട് വരല്ല, എല്ലാവർക്കും വരും. വരുമ്പോൾ എല്ലാവർക്കും വരും. ഇത് ഞാൻ പറയുമ്പോൾ ഒരു പക്ഷെ ഇങ്ങനെയൊക്കെ വേണം ഉസ്താദേ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലേ എന്ന് ചോദിക്കും. പക്ഷെ ഇത് അള്ളാഹുവിന്റെ ഹബീബിന്റെ വചനങ്ങളാണ്. നമ്മൾ പറഞ്ഞ 3 വചനങ്ങൾ ലൈവായി നമ്മൾ കണ്ടു. നബി തങ്ങൾ പറഞ്ഞത് സംഭവിച്ചത് നമ്മൾ കണ്ടു. ഇനി ഹദീസിലൊന്നും ശങ്കിക്കാൻ പാടില്ല അല്ലേ? കണ്ടില്ല? നമ്മള് കണ്ടില്ലേ? എന്തൊക്കെ കണ്ടു നമ്മള്? ദജ്ജാൽ വരാൻ സമയമായി. ആ സമയത്താണ് എന്റെ മദീന വെള്ളക്കൊട്ടാരമായി മാറുന്നത്. ഇനി മദീനയുടെ ഫോട്ടോ ഒന്ന് എടുത്തു നോക്കുക, വെള്ളക്കൊട്ടാരമാണ്. ഇതെപ്പോ പറഞ്ഞു? 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. ലൈവായി നമ്മൾ കാണാണ്. അപ്പൊ നബി തങ്ങൾ